മലയാളികളാകെ കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തിൽ സ്തബ്ധരായി നിൽക്കുകയാണ്. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് പോകുന്നു. ന്യൂസ് ആൻഡ് വ്യൂസിന് ശേഷം കവിയൂർ പൊന്നമ്മയെക്കുറിച്ചുള്ള വാർത്തകളിലേക്ക് ഞങ്ങൾ മടങ്ങി വരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന അപകടകരമായ നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥ മാധ്യമത്തിൻ്റെ ദൗത്യം തനിയെ നിറവേറ്റുകയാണ് കൈരളി ന്യൂസ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിച്ച കോവിന്ദ് കമ്മിറ്റിക്ക് മുമ്പിൽ മുസ്ലിം ലീഗും RSPയും അഭിപ്രായം അറിയിച്ചില്ല എന്ന വാർത്ത കൈരളി ഇന്നലെ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇന്നിതാ മറ്റൊരു വാർത്ത കൂടി കൈരളി ജനങ്ങളെ അറിയിച്ചിരിക്കുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തു. 2015 പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ഈ നിലപാടാണ് ലീഗ് കൈക്കൊണ്ടത്. ഇക്കാര്യവും രേഖകൾ കാണിച്ചുകൊണ്ടാണ് കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ഈ വാർത്തയെക്കുറിച്ചുള്ള സംവാദമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ. ഇതിൽ പങ്കെടുക്കുന്ന അതിഥികൾ CPIM നേതാവായ P. ജയരാജൻ, ഒപ്പം തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ A. സജീവൻ, ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയെയും ഞങ്ങൾ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നു. അവർ ഒരു അതിഥിയെ തീരുമാനിച്ചറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചർച്ചയ്ക്കിടെ എപ്പോൾ ആണെങ്കിലും ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ ദില്ലി പ്രതിനിധി വിഷ്ണു തലവൂർ നമ്മളോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, നമ്മളിന്ന് ഭാരതം ശ്രദ്ധിക്കേണ്ട, ഒപ്പം തന്നെ കേരളം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് ജനങ്ങൾക്ക് നൽകിയത്. ഈ വാർത്ത മുസ്ലിം ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു നിലപാട് പാർലമെൻ്ററി കമ്മിറ്റി മുമ്പാകെ സ്വീകരിച്ചു എന്നാണ്. അത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വെച്ചപ്പോൾ അക്കാര്യത്തിൽ ആ രേഖയിൽ കൃത്യമായി തന്നെ പരാമർശിക്കുമെന്നുമുണ്ട്. ഈ വാർത്തയാണ് ഇന്ന് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാകുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ നൽകിയത്. എന്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ എന്ന് ഈ സംവാദത്തിന് ആമുഖമായി ഒന്ന് ബ്രീഫ് ചെയ്യാം. വിഷ്ണു. NBC തീർച്ചയായിട്ടും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് തന്നെയാണ് നമ്മളിന്ന് പുറത്തുവിട്ടത്. 2015 പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ലോ ആൻഡ് ജസ്റ്റിസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ 9ാം റിപ്പോർട്ടിലാണ് മുസ്ലിം ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അന്ന് ഈ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫീസിബിലിറ്റി ഓഫ് ഹോൾഡിംഗ് സൈമിൾട്ടേനിയസ് ഇലക്ഷൻസ് ടു ദ ഹൗസ് ഓഫ് പീപ്പിൾ, ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, ഇതിൻ്റെ ഒരു ഫീസിബിലിറ്റി, ഒരു ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡിയാണ് നടത്തിയത്. ആ സാഹചര്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് ഈ ഒരു കാര്യം എന്താണ് നിലപാട് എന്നത് കൃത്യമായി തന്നെ ചോദിച്ചിരുന്നു. അവർ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സഭയിൽ വയ്ക്കുന്നത് 2015 ഡിസംബർ 17 രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ന് തന്നെ, അതായത് 2015 ഡിസംബർ 17 തന്നെ ലോക്സഭയുടെ മേശപ്പുറത്ത് 79ാം റിപ്പോർട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് ഇങ്ങനെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. ദ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഹാസ് സപ്പോർട്ടഡ് ദ ഐഡിയ ഓഫ് ഹോൾഡിംഗ് simultaneous elections in the country and has stated that it would lead to significant saving in time, energy and resources of the country. ഇത്തരത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അതിന് വേണ്ടി പറയുന്ന കാര്യം, ഇത്തരത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുകയാണെങ്കിൽ സമയം, അതോടൊപ്പം തന്നെ അധ്വാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സേവ് ചെയ്യാൻ കഴിയും. ആ ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് 2015 പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിലെടുത്തത്. അതിൻ്റെ രേഖകളാണ് നമ്മളിന്ന് പുറത്തുവിട്ടത്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പഠിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിയമിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള സമിതിക്ക് മുന്നിൽ മുസ്ലിം ലീഗ് അഭിപ്രായം രേഖപ്പെടുത്തിയില്ല എന്നൊരു കാര്യം. അത് മുസ്ലിം ലീഗ് മാത്രമല്ല, മുസ്ലിം ലീഗും RSPയും രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള സമിതിക്ക് മുന്നിലേക്ക് പോയി
പോയിരുന്നില്ല. ആ സമിതിയുടെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 15 രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. അതിൽ മുസ്ലിം ലീഗും RSPയും നോട്ട് റെസ്പോണ്ടഡ് എന്ന് തന്നെയാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള സമിതിയുടെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ മുസ്ലിം ലീഗ് ഈ ഒരു സമിതിക്ക് മുന്നിൽ പോകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ മുസ്ലിം ലീഗിൻ്റെ മുൻകാലങ്ങളിലുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലെ നിലപാടുകൾ കൂടി നമ്മൾ കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന ഒരു സാഹചര്യമുള്ളത്. NBC വിഷ്ണുവാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വിഷ്ണു, ഞങ്ങളിനി സംവാദത്തിലേക്ക് പോവുകയാണ്. CPIM നേതാവ് P. ജയരാജൻ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. P. ജയരാജൻ, താങ്കൾ കൃത്യമായി കേട്ടിരിക്കും. മുസ്ലിം ലീഗ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി. BJPയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വിവാദപരമായൊരു നീക്കമാണ് ഇതും. BJP ഉദ്ദേശിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പ് എന്ന് നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്ന ഒരു ചെയ്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതിനെ എതിർക്കേണ്ടവരാണ്, രാഷ്ട്രീയമായി തന്നെ ഏറ്റവും ആദ്യം എതിർക്കേണ്ട വിഭാഗമാണ്, രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ലീഗ് എന്ന് നമ്മളെല്ലാവരും പരക്കെ കരുതിക്കൊണ്ടിരിക്കെ മുസ്ലിം ലീഗ് ഇങ്ങനെയാണ് ചെയ്തത്. 2015 പാർലമെൻ്ററി കമ്മിറ്റി ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ കക്ഷികളുടെ അഭിപ്രായം സമാഹരിച്ചപ്പോൾ ഈ മാറ്റം ആകാം, ഒരു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദിഷ്ട മാറ്റം ആകാം, അത് സമയലാഭമുണ്ടാക്കുന്നു, അധ്വാന ലാഭമുണ്ടാക്കുന്നു എന്ന ഒരു കാര്യമാണ് മുസ്ലിം ലീഗ് എഴുതിക്കൊടുത്തത്. മുസ്ലിം ലീഗ് അനുകൂലിച്ച കക്ഷിയായിട്ട് ആ കമ്മിറ്റി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇത് അത്ഭുതകരമാണോ ലീഗിൻ്റെ നിലപാട്? എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്, ജയരാജൻ? ആദ്യമായും ഈ തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്ന കൈരളി TV-യുടെ ഡൽഹി ബ്യൂറോവിനെ ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കാട്ടിക്കൊണ്ടിരിക്കുന്ന വഞ്ചനാപരമായിട്ടുള്ള നിലപാടുകൾ പലപ്പോഴും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നില്ല. കാരണം ആ പാർട്ടി കോൺഗ്രസിൻ്റെ കൂടി ആയതുകൊണ്ട് ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ലീഗിൻ്റെ തെറ്റായ നിലപാടുകൾ തുറന്നു കാണിക്കാൻ വേണ്ടി പലപ്പോഴും സന്നദ്ധമാകുന്നില്ല എന്നതാണ് അനുഭവം. അവിടെയാണ് കൈരളി അതിൻ്റെ വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അതേക്കുറിച്ചുള്ള ചർച്ച ഏറ്റവും പ്രസക്തമായിട്ടൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ ഈ ലീഗിൻ്റെ ഈ തരത്തിലൊരു നിലപാട്, അതായത് രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ മുമ്പാകെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ തേടിയപ്പോൾ ലീഗ് ഈ രേഖാമൂലം എഴുതി കൊടുക്കുകയാണ് ഇതിനനുകൂലമായിട്ട്. എന്ന് പറഞ്ഞാൽ 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട്. അവർ ഈ രാജ്യത്തുടനീളം നടത്തിയിട്ടുള്ള പ്രചാരണം എന്താണ്? ഒരു രാജ്യം, ഒരു നിയമം, ഒരു തെരഞ്ഞെടുപ്പ്, പിന്നെയോ ഒരു ഭാഷ, അതുപോലെ തന്നെ ഒരു നേതാവ്. അവസാനം മോദി എന്ന ഏക നേതാവിലേക്ക് ഈ രാജ്യത്തിലെ ജനങ്ങളെ ആകെ തന്നെ അംഗീകരിപ്പിക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമം എന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയെയും ഫെഡറലിസത്തെയും ഒക്കെ തകർത്തുകൊണ്ട് ഏകാധിപത്യത്തിലേക്ക് ഈ രാജ്യത്തെ നീക്കാനുള്ള പടിപടിയായിട്ടുള്ള നീക്കമാണ് 2014 ശേഷം മോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് പ്രസംഗത്തിലൊക്കെ ലീഗ് നേതാക്കന്മാരും ഒക്കെ പറയുമെങ്കിലും ഇപ്പോൾ നിർണായകമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവരെ കീഴ്പ്പെടുത്താനാവുന്നു, തങ്ങളുടെ വരുതിക്ക് നിർത്താനാവുന്നു ലീഗിനെ അടക്കം. ഇപ്പോൾ നേരത്തെ തന്നെ പല കാര്യങ്ങളിലും വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മുസ്ലിം ലീഗ് നേതാക്കന്മാരെയൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും മറ്റും ഉപയോഗിച്ചുകൊണ്ട് വരച്ച വരയിൽ നിർത്തുന്നു കേന്ദ്ര സർക്കാർ എന്ന വാർത്തകൾ ഇതിനകം വന്നിട്ടുണ്ട്. ആ വാർത്തകളിലൂടെ ജനങ്ങളുടെ അനുമാനം ശരിയാണെന്നാണ് ഇപ്പോൾ ഇത് തെളിയിക്കുന്നത്. കാരണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും രാജ്യത്തിൽ വലിയ പ്രത്യാഘാതം ഉളവാക്കുന്ന കാര്യമാണ്. മനസ്സിലാക്കിയെടുത്തോളം 18ഓളം ഭരണഘടനാ വകുപ്പുകൾ മാറ്റത്തക്ക നിലയിലുള്ള നിയമം പാസ്സാക്കണം. അതിന് മാത്രം കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷമില്ല. 2019 തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ സീറ്റുകളിൽ 63 എണ്ണത്തിൻ്റെ കുറവ് വന്നു ഇത്തവണത്തെ 18ാമത് ലോക്സഭയിൽ.
എന്നിട്ട് പോലും BJPയുടെ സഞ്ചാരം പഴയ ചാലിലൂടെ തന്നെയാണ്. പഴയ നിലയിൽ തന്നെ RSSൻ്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കാൻ, രാജ്യത്തിലെ ഈ പിന്നെ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാൻ, അതിനാണല്ലോ അവർ ബോധപൂർവം പരിശ്രമിക്കുന്നത്. അപ്പോൾ സമഗ്രമായ നിലയിൽ ഏതാണ്ട് ഒരു നീരാളിയെപ്പോലെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ എല്ലാ തലങ്ങളിലും ആണ്ടിറങ്ങുന്ന ഈ സംഘപരിവാറിനെ സംബന്ധിച്ച് തിരിച്ചറിയേണ്ട ഈ ലീഗ് നേതൃത്വം അതൊന്നും മനസ്സിലാക്കാതെ അവരുടെ ഇച്ഛക്കനുസരിച്ച് ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള സന്ദേശമാണ് ലീഗ് നൽകുന്നത്. ഇത് തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇത് ജനങ്ങളാകെ ചർച്ച ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണം. മറ്റു പല മാധ്യമങ്ങളും ഇതുപോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് കൈരളി ഇതുമായിട്ട് ചർച്ചയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകാധിപത്യത്തിലേക്ക് നയിക്കാൻ തന്നെ തങ്ങൾക്കൊറ്റക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും കൂടെയുള്ള പാർട്ടികളെയൊക്കെ വരുതിയിൽ നിർത്തിക്കൊണ്ട് ആ പഴയ സംഘപരിവാറിൻ്റെ അജണ്ട തന്നെ നടപ്പാക്കാൻ അവർ മുന്നോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് വന്നിട്ടുള്ളത്. നേരത്തെ പല നീക്കങ്ങളുണ്ടായിരുന്നു. ഒരു രാജ്യം ഒരു ഭാഷ, അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു ഭരണഘടന. അപ്പോൾ ഭരണഘടനയിൽ വിവിധ സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം അവർ നടത്തി. എല്ലാം തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അപരവൽക്കരിച്ച് ആ സ്പർദ്ധയുടെ അടിസ്ഥാനത്തിൽ ഒരു ഹിന്ദു ഭൂരിപക്ഷ വോട്ട് ബാങ്ക് ഉണ്ടാക്കി രാജ്യത്തിൻ്റെ അധികാര കസേര സംരക്ഷിക്കാനുള്ള വളരെ പ്ലാൻഡായിട്ടുള്ള പ്രവർത്തനമാണ് RSSും സംഘപരിവാരവും നടത്തുന്നത്. തീർച്ചയായിട്ടും അറിഞ്ഞോ അറിയാതെയോ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ, അറിഞ്ഞോ അറിയാതെയോ ഇത് ബോധപൂർവമാണ് നടത്തിയത് എന്ന് അനുമാനിക്കേണ്ടി വരും. ഇപ്പോൾ ലീഗിൻ്റെ പ്രതിനിധിയെ നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആ ലീഗിൻ്റെ പ്രതിനിധി എന്താണ് പറയുന്നത് എന്നത് കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഇത് കൈരളി ചാനൽ മാത്രം ചർച്ച ചെയ്താൽ പോരാ, നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ലീഗ് കാണിച്ചിട്ടുള്ള വഞ്ചനാപരമായിട്ടുള്ള നിലപാടിനെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി കഴിയേണ്ടതുണ്ട്. ലീഗിനെ തുറന്നു കാണിക്കുക എന്നത് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ ലീഗിൻ്റെ ഈ വഞ്ചന, അതല്ലെങ്കിൽ BJPയുടെ ഈ ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള നീക്കത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാട് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കിടയിലും വലിയ നിലക്ക് ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങേയറ്റം അപകടകരമായിട്ടൊരു നീക്കത്തിനാണ് ഇവിടെ ലീഗ് നേതൃത്വം ചൂട്ടുപിടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള അമർഷം ഈ സമൂഹത്തിൽ ഉയർന്നു വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ P. ജയരാജൻ പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയുടെ അഭിപ്രായത്തിന് കാത്തിരിക്കുന്നു എന്നാണ്. അവരുടെ പ്രതിനിധിയെ തീരുമാനിച്ചറിയിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളത് മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുകയാണ്. പരിപാടി തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അവരുടെ അസാന്നിധ്യമാണ് ഇപ്പോഴുള്ളത്. തൽക്കാലത്തേക്കെങ്കിലും ഈ വിഷയത്തിലുള്ള അവരുടെ അസാന്നിധ്യം ആലോചനാമൃതമാണ് എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇപ്പോൾ P. ജയരാജൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, EDയെ പേടിച്ചാണ് ലീഗ് ഇങ്ങനെ ചെയ്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു സൂചന അദ്ദേഹം നൽകുകയുണ്ടായി. INL ഔപചാരികമായിട്ട് ഇറക്കിയിരിക്കുന്ന പ്രസ്താവന തന്നെ അങ്ങനെയാണ് പറയുന്നത്. മുസ്ലിം ലീഗ് ഒളിച്ചു കളിക്കുന്നത് EDയെ പേടിച്ച് എന്നാണ് INL പറഞ്ഞിരിക്കുന്നത്. അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ED ഇന്ത്യയിലാകെ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുകയും ഭീഷണിയിൽ നിർത്തുകയും ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നിയമപരമായി അതിനെ നേരിട്ടും അതുമുതൽ ജയിലിൽ പോയി വരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിന് എന്താണ് അത് കഴിയാത്തത്? ED എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്ന തരത്തിലേക്ക് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് പോകുന്നത്? അവർ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളോട് പ്രതിജ്ഞാബദ്ധമായ, ഒപ്പം തന്നെ പിന്നോക്ക സമുദായങ്ങളോടും എന്നവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരോട്, ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് പ്രതിജ്ഞാബദ്ധമായ ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. ഇങ്ങനൊരു നീക്കം ആദ്യം നടക്കുമ്പോൾ ഇത് അപകടമാണ് എന്ന് തിരിച്ചറിയേണ്ട രാഷ്ട്രീയ ജാഗ്രത ഏറ്റവും ആദ്യം അങ്കുരിക്കണമെങ്കിൽ അത് അങ്കുരിക്കേണ്ടത് മുസ്ലിം ലീഗിലാണ്. അവർ ഇങ്ങനെ ഒരു രാഷ്ട്രീയമായ പിശക് കാട്ടുകയും ഒരു ചർച്ചകളിൽ പോലും സന്നിഹിതരാകാതെ ഒഴിഞ്ഞുമാറി നിൽക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ EDയെ പേടിക്കുന്നത്? തീർച്ചയായും മടിയിൽ കനമുണ്ടെങ്കിൽ അത് പലപ്പോഴും പേടിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ നമുക്കറിയാം, ഇന്ത്യയിലെ പല നേതാക്കന്മാരും
BJP ഇതേപോലെയുള്ള ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ കാട്ടി വിരട്ടിയപ്പോൾ അത് പറഞ്ഞിട്ട് പോലും ചില തരത്തിൽ നീക്കങ്ങൾ നടത്തിയപ്പോഴേക്കും മലക്കം മറിഞ്ഞ് BJPയോടൊപ്പം ചേർന്ന കഥ നമുക്കറിയാം. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാവായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് അദ്ദേഹം മലക്കം മറിഞ്ഞ് അപ്പുറത്തേക്ക് പോയത്. ഒരു കേസ് തനിക്കെതിരെ വന്നപ്പോൾ അദ്ദേഹം BJPയുടെ ഇപ്പോൾ ബംഗാളിലെ പരമോന്നത നേതാക്കന്മാരിൽ ഒരാളായിട്ട് മാറി. അജിത് പവാർ മഹാരാഷ്ട്രയിൽ, അജിത് പവാറിനെതിരെ ആദ്യം കേസ് വന്നു. ഉടനെ തന്നെ 3000 കോടിയുടെ അഴിമതി കേസ് വന്നപ്പോൾ അദ്ദേഹം മലക്കം മറിഞ്ഞ് അപ്പുറത്തേക്ക് പോയി. ആ കേസ് പിൻവലിച്ചപ്പോൾ തിരിച്ചിങ്ങോട്ടേക്കും മലക്കം മറിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം സ്വന്തം അമ്മാവനെ തള്ളി പറഞ്ഞുകൊണ്ട് വീണ്ടും അപ്പുറത്തേക്ക് പോയി പുതിയ പാർട്ടി ഉണ്ടാക്കി BJPയോടൊപ്പം ചേർന്ന് ഭരിക്കുകയാണ്. ഇങ്ങനെ BJPക്ക് വേണമെങ്കിൽ പല രീതി ഉപയോഗിക്കുക. അധികാരം പിടിച്ചെടുക്കാനും മറ്റുള്ളവരെ തങ്ങളുടെ വരുതിയിലാക്കാനും ഒക്കെ പല മാർഗങ്ങളും നടത്താറുണ്ട്. ഒന്ന് പണത്തിൻ്റെ രീതിയാണ്. നമ്മൾ ഗോവയിലും കർണാടകയിലൊക്കെ നേരത്തെ കണ്ടതാണ്. ഭൂരിപക്ഷം നേടിയ കോൺഗ്രസ് അവിടെ പ്രതിപക്ഷത്തിരിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കിയതിന് കാരണം എന്താണെന്ന് നമുക്കറിയാം. അത് പണമല്ലാതെ മറ്റൊന്നും അല്ലായിരുന്നു എന്നുള്ള കാര്യം അറിയാം. ചിലർക്ക് പണത്തിനേക്കാൾ കൂടുതൽ ചില ഭീഷണികൾ കൊണ്ട് നടക്കും. ഞാൻ ഓർക്കുന്നത് കേരളത്തിലെ ചില ക്രിസ്ത്യൻ സഭകൾക്ക് നേരെ അന്വേഷണം ഉണ്ടായിരുന്നു. ED അന്വേഷണം തുടങ്ങിയപ്പോഴേക്കും പിന്നീട് ആ മെത്രാന്മാരെല്ലാവരും അപ്പുറത്തേക്ക് മലക്കം പറഞ്ഞൊരു കഥയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മലക്കം പറഞ്ഞ എല്ലാവരും അങ്ങനെ പേടിച്ചിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില സ്ഥലത്ത് റെയ്ഡൊക്കെ നടന്നപ്പോഴാണ് ആകെ മാറ്റം വന്നിട്ടുള്ളത്. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പേടി ED ആണെന്ന് എനിക്കറിയില്ല. കാരണം അതിൻ്റെ സാധ്യത അല്ലാതെ മറ്റെന്താണെന്ന് നമുക്ക് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം INL പറഞ്ഞു, ഇവിടെ P ജയരാജൻ പറഞ്ഞു, ഇങ്ങനെ എല്ലാവരും പറയുമ്പോഴും അതല്ലാതെ മറ്റെന്താണ് കാരണം? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏത് തീരുമാനം എടുക്കാം. മുസ്ലിം ലീഗിന് വേണമെങ്കിൽ ഈ നിലവിലുള്ള തെരഞ്ഞെടുപ്പ് രീതി മതി. പാർലമെൻറ്റിലേക്കാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും ഒക്കെ വെവ്വേറെ സമയം ഇപ്പോൾ നടക്കുന്ന പോലെ ഉള്ള തെരഞ്ഞെടുപ്പ് നടന്നാൽ മതി എന്ന് പറയാം. അതല്ല 5 വർഷത്തിലൊരിക്കൽ ഒറ്റ തെരഞ്ഞെടുപ്പ്, അത് ഇപ്പോൾ രാംനാഥ് കോവിന്ദിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് കേന്ദ്ര സർക്കാർ അത് അംഗീകരിച്ചിട്ടുള്ള ആ റിപ്പോർട്ട് അനുസരിച്ച് വേണമെന്ന് പറയാം. അതല്ല 10 വർഷത്തിൽ ഒരിക്കൽ വേണമെന്നോ 25 വർഷത്തിലൊരിക്കൽ ഒറ്റ തെരഞ്ഞെടുപ്പ് മതിയെന്നോ. ഇനി ഒരൊറ്റ തെരഞ്ഞെടുപ്പേ പാടുള്ളൂ. ഇനി അങ്ങോട്ടേക്ക് വേറെ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ല. കാരണം ലാഭമാണല്ലോ. മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞ കാര്യം അനുസരിച്ചിട്ടാണെങ്കിൽ സാമ്പത്തിക ലാഭം ഒരു തെരഞ്ഞെടുപ്പ് മതി. ആ പ്രധാനമന്ത്രി മരിച്ച വേറെ വേണമെങ്കിൽ വേറെ പ്രധാനമന്ത്രി ആ പാർട്ടിക്ക് നിശ്ചയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവാം. അപ്പോൾ അങ്ങനെയൊക്കെ നിലപാടെടുക്കാം. ആ നിലപാടെടുക്കുന്നതിനോട് നമുക്ക് അതിന് വിമർശിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ പോലും ആ നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റും. പക്ഷേ ആ നിലപാടെടുക്കുമ്പോൾ ഏത് നിലപാടാണെങ്കിലും അത് വ്യക്തമായി പറയാനുള്ള ചങ്കൂറ്റം വേണം. അതെവിടെയും പറയണം. ഈ ചർച്ചയിലാണെങ്കിലും പറയണം. മാധ്യമപ്രവർത്തകർ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് മറുപടി പറയാനല്ല ഞങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാതെ ഇതാണ് നിലപാട് പറയണം. ഇനി രാംനാഥ് കോവിന്ദിൻ്റെ കമ്മിറ്റി എന്ന് പറയുന്നത് തട്ടിക്കൂട്ട് കമ്മിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞിട്ടും കാര്യമില്ല. കാരണം കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി കുട്ടിക്കളിക്കായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറില്ല. നരേന്ദ്രമോദി കൃത്യമായ അജണ്ടയോട് കൂടിയിട്ടാണ് ഏത് കാര്യവും തീരുമാനിക്കുക. നല്ല കാര്യത്തിന് ആവണമെന്നില്ല. വളരെ അദ്ദേഹത്തിന് താല്പര്യമനുസരിച്ച് അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അത് വെറും തട്ടിക്കൂട്ട് കമ്മിറ്റിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോവില്ല എന്ന് പറഞ്ഞിട്ട് ആ തട്ടിക്കൂട്ട് കമ്മിറ്റിയാണല്ലോ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതാവാമെന്ന് പറയും. ഇനി പാർലമെൻറ്റിൽ ഈ കുറേ 10-18 ഭരണഘടനാ ഭേദഗതികൾ വേണം. അതിൻ്റെ സാധ്യതകളൊക്കെ 3-2 ഭൂരിപക്ഷം വേണ്ടാണ് പലതിനും. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം വേറെ. പക്ഷേ അത് വളരെ സീരിയസ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത് മാറ്റണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് വളരെ ഉന്നതനായ ഒരാളുടെ നേതൃത്വത്തിലാണല്ലോ അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് തട്ടുകൂട്ടി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അത് കഴിഞ്ഞിപ്പോൾ കൈരളി രണ്ടാമതായിട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള പഴയ 2015 റിപ്പോർട്ട് പാർലമെൻറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് മുസ്ലിം ലീഗ്
ഇതിനെ ഒന്നും അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അവർ നേരം വൈകിപ്പോയി, അവർക്ക് വിമാനം കിട്ടിയില്ല എന്നൊന്നുമല്ലല്ലോ. അവർ കൃത്യമായിട്ടും ഇതിനെ അനുകൂലിച്ചു. അതിന് കാരണം സാമ്പത്തികമായിട്ടുള്ള ലാഭമുണ്ട്, സമയലാഭമുണ്ട് എന്നാണ്. അത് ആ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞാൽ അവർക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ ആ തീരുമാനമെടുത്താൽ അത് പറയാനുള്ള ആർജവം അവർ കാണിക്കണം. അത് കാണിക്കാതിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഈ ആരോപണം പോലെ ED പേടിച്ചാണോ മറ്റാരെങ്കിലും പേടിച്ചാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് ആ ആരോപണങ്ങൾക്ക് പലപ്പോഴും സാങ്കത്യം ഉണ്ടാവുകയും ചെയ്യും. അതല്ലാതെ എന്ത്, ഞങ്ങൾ അന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തു, പിന്നെ ആലോചിച്ചപ്പോഴാണ് പുതിയ റിപ്പോർട്ട് പുതിയൊരു നിലപാടെടുക്കേണ്ടി വന്നത് എന്ന് എങ്കിലും പറയണ്ടേ. അത് പറയാൻ ഒരു പ്രതിനിധിയെങ്കിലും ഈ ചർച്ചയിലേക്കൊക്കെ അയക്കേണ്ടതാണ്. ഇനി അതല്ലെങ്കിൽ അവർക്കൊരു പ്രസ്താവനയെങ്കിലും ഇറക്കാം. ഇതൊന്നും ഇറക്കാതെ ഞങ്ങളിങ്ങനെ തട്ടിക്കൂട്ട് കമ്മിറ്റിയിൽ അഭിപ്രായം പറയാറില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇനി നിങ്ങളുടെ അജണ്ടയ്ക്കനുസരിച്ച് മറുപടി പറയില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ, ആരോപണങ്ങൾ സ്വാഭാവികമാണ്. ഒരു പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടായി എന്നും വരാം. ഈ ജയരാജൻ, ഉപ്പിന് ഉപ്പുരസം നഷ്ടപ്പെട്ടാൽ അതിനെ എന്തിനു കൊള്ളും എന്നൊരു ചോദ്യം വേദപുസ്തകത്തിലുണ്ട്. ലീഗിനെ അതിൻ്റെ രാഷ്ട്രീയം നഷ്ടപ്പെട്ടാൽ പിന്നെ അതിന് എന്തിനു കൊള്ളും എന്ന് ആലോചിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ലീഗിൻ്റെ ഈ അടുത്ത കാലത്തെ പല ചെയ്തികളും നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നുണ്ടോ? അങ്ങനെ ആലോചിക്കേണ്ട സമയമായിട്ടുണ്ടോ? ഇത് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, താങ്കൾ മുസ്ലിം രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറഞ്ഞൊരു പുസ്തകം അടുത്ത മാസം ഇറക്കാൻ പോവുകയാണ്. അതിലെ ചില സാരാംശങ്ങൾ പറഞ്ഞപ്പോൾ അത് കേരളത്തിൽ സംഘപരിവാർ തന്നെ അവരുടെ ആളുകൾ തന്നെ ഒരു വിവാദമാക്കുകയും സാമൂഹ്യ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും താൻ വളച്ചൊടിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ഒരു കുറിപ്പ് തന്നെ എഴുതേണ്ടി വരികയും ഒക്കെ ചെയ്തിരുന്നു. മുസ്ലിം രാഷ്ട്രീയത്തെ പഠിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണല്ലോ. ലീഗിൻ്റെ രാഷ്ട്രീയം മുസ്ലിം രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അതിങ്ങനെ ഉപ്പുരസം നഷ്ടപ്പെട്ട ഘട്ടത്തിലേക്ക് പോവുകയാണ്. കടലിൽ നിസ്കാരപ്പായയിട്ട് നിസ്കരിക്കേണ്ടി വന്നാലും RSSനെ വിശ്വസിക്കരുത് എന്ന് മുഴങ്ങിയ ശബ്ദം ആദരണീയനായ ലീഗ് നേതാവ് CH മുഹമ്മദ് കോയയുടേതായിരുന്നു എന്ന് നമുക്കറിയാം. ആ അദ്ദേഹത്തിൻ്റെ അനുയായികൾ, പിൻഗാമികൾ ഇപ്പോൾ CH മുഹമ്മദ് കോയയുടെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അവരുടെ രാഷ്ട്രീയം ഒരു നിർണായകമായ വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണോ? മുസ്ലിം രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന, പഠിക്കുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു? ഇവിടെ ആദ്യമായിട്ട് ശ്രീ സജീവൻ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അത് ലീഗിന് സ്വതന്ത്രമായിട്ടുള്ള നിലപാടെടുക്കാൻ അവകാശമുണ്ട്. പക്ഷെ അവർ ഈ പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുമ്പാകെ എഴുതി കൊടുത്തു, ഞങ്ങളിതിന് അനുകൂലമാണ്. ഒറ്റത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സമയനഷ്ടം ഒഴിവാക്കും, ധനനഷ്ടം ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് അവർക്ക് പരസ്യമായിട്ട് അത് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇവിടെയാണ് ഒളിച്ചു വെക്കപ്പെട്ട അജണ്ട നമുക്ക് ബോധ്യമാവുന്നത്. ഇപ്പോൾ CPIM സ്വാഭാവികമായിട്ടും ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമാണ്. ചില വ്യത്യസ്തതകൾ പരസ്യമായി പറയേണ്ട അവസരത്തിൽ ഞങ്ങൾ പറയുമല്ലോ. അതാണ് CPIM കൈക്കൊള്ളുന്ന നിലപാട്. ഇവിടെ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് ശരിക്ക് ഒളിച്ചു വെക്കപ്പെട്ട ഒരു അജണ്ടയായിട്ടാണ് ഇന്ന് സമൂഹത്തിന് മുമ്പിൽ വന്നിട്ടുള്ളത്. അതാണ് കൈരളി TV ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ NPC പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ആലോചിക്കുകയാണ്, അതായത് ബൈബിളിൽ പറഞ്ഞ ഈ വാചകമുണ്ടല്ലോ, ഉപ്പിന് ഉപ്പുരസം നഷ്ടപ്പെടുന്ന അവസ്ഥ. ആ ഒരു ഉപമ ഞാൻ വേറൊരു സ്ഥലത്ത് വായിച്ചത് ഈ BJPയുടെ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലാണ്. 1991 തെരഞ്ഞെടുപ്പിൽ ഈ കോലീബി സഖ്യം ഉണ്ടാക്കിയല്ലോ. ആ കോലീബി സഖ്യം BJP അനുഭാവികൾക്കിടയിൽ വലിയ നിലക്ക് വിമർശനം ഉയർത്തുകയുണ്ടായി. കാരണം കോൺഗ്രസുമായിട്ട് മാത്രമല്ല യോജിപ്പ്, ലീഗുമായിട്ടാണ്. കാരണം മുസ്ലിങ്ങളെ കെട്ടി പാകിസ്ഥാനിലേക്ക് അയക്കണം എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള BJPക്കാരെ കൊണ്ട് ലീഗിന് വോട്ട് ചെയ്യപ്പെക്കത്തക്ക നിലയിലുള്ള ഒരു നിലയിലേക്ക് അവർ മാറുന്നു. അതിനുവേണ്ടി കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തുമൊക്കെ വിവിധ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യുന്നു.
ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കോലീബി സഖ്യമുണ്ടാക്കിയത്. ആ സഖ്യം കൊണ്ട് ഉദ്ദേശിച്ചത് KG മാരാറെ എങ്ങനെയെങ്കിലും നിയമസഭയിൽ എത്തിക്കണം, ഒരു സംഘപരിവാർ പ്രതിനിധിയെ കേരള നിയമസഭയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ഒരു ഗൂഢപദ്ധതിയായിരുന്നു അന്ന് ആവിഷ്കരിക്കപ്പെട്ടത്. താങ്കൾ പറഞ്ഞതുപോലെ ഏത് നിലയിലും RSSുമായിട്ട് ഒത്തുതീർപ്പില്ല എന്ന് പറഞ്ഞ CHൻ്റെ മകൻ മുനീർ അടക്കമാണ് ആ കൂടിയാലോചനകളിൽ പങ്കെടുത്തത്. അതേക്കുറിച്ച് ഈ BJPക്കകത്തുള്ള വിമർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചു. സേവ്യർ പോളുണ്ട്, അതുപോലെ രാമൻപിള്ളയുണ്ട്, ഇതുപോലെ ഉള്ള ആളുകൾ മറ്റേ ഇവിടെ പള്ളിയറ രാമൻ ഇവിടെ വയനാട്ടിലെ BJPയുടെ നേതാവായിട്ടുള്ള പള്ളിയറ രാമൻ ഉൾപ്പെടെ 3 പേർ നേർന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം, എന്ന് വെച്ചാൽ കോലീബി സഖ്യം പരാജയപ്പെട്ടു, തങ്ങൾ കോൺഗ്രസിനാലും ലീഗിനാലും വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അവർ നൽകിയിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതേ ഉപമയുണ്ട്. ഉപ്പിന് ഉപ്പ് രസം നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും ഫലം എന്ന ചോദ്യമുണ്ട് ആ BJPയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ. അത് വളരെ കൃത്യമാണല്ലോ. കാരണം RSSകാർ ഈ നാട്ടിൽ ആകെ ഉടനീളം പ്രചരിപ്പിക്കും, രാജ്യത്തുടനീളം പ്രചരിപ്പിക്കുന്നത് മുസ്ലിം വിരോധമാണ്. നമ്മുടെ നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള 170-ലധികം പ്രസംഗങ്ങളിൽ 120 ഈ മുസ്ലിം വിരോധം ഛർദ്ദിച്ചു അദ്ദേഹം. അപ്പോൾ അത്രമേൽ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്ന ഈ നാട്ടിലെ സംഘപരിവാർ ശക്തികൾ ലീഗുമായിട്ട് കേരളത്തിൽ കച്ചവടം നടത്തിയല്ലോ. ലീഗ് അതിനൊത്തു നിന്നു. എന്നിട്ട് മാത്രമല്ല, KG മാരാരുടെ ജീവചരിത്ര ഗ്രന്ഥം എഴുതിയിട്ടുള്ള പത്രപ്രവർത്തകനായിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം എഴുതിയത് പാഴായ പരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ അദ്ദേഹം എഴുതി വെച്ചു, കോൺഗ്രസിനെ ആയിരുന്നു ഞങ്ങൾക്ക് സംശയം, അല്ല ലീഗിനെ ആയിരുന്നു ഞങ്ങൾക്ക് സംശയം, പക്ഷേ കോൺഗ്രസിനേക്കാളും ആത്മാർത്ഥമായിട്ട് ലീഗ് ഈ കോലീബി സഖ്യത്തിന് വേണ്ടി പരിശ്രമിച്ചു എന്നാണ് ആ അധ്യായത്തിൽ എഴുതി വെച്ചത്. ഇവിടെ അതിന് സമാനമായിട്ടുള്ള അവസ്ഥയാണ് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ സംഘപരിവാർ ശക്തികളോട് ഏറ്റുമുട്ടി രാജ്യത്തിലെ മതന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടി, അതാണല്ലോ അവർ അവകാശപ്പെടുന്നത്, ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യമാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത്. ഇവിടെ NPC നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിയാണ്. ഞാൻ ഈ കേരളത്തിലെ 75 കൊല്ലക്കാലത്തെ മുസ്ലിം രാഷ്ട്രീയത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ ഇസ്ലാമിനെ സംബന്ധിച്ചും ഒരു പഠനം നടത്തിയ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പേ തയ്യാറാക്കിയതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അതിൻ്റെ പ്രസിദ്ധീകരണം നടത്താൻ തീരുമാനിച്ചത്. ആ പ്രകാശനം ഒക്ടോബറിൽ നടത്താൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ അതിനകത്ത് പ്രതിപാദിക്കുന്ന ഒരു വിഷയം ഈ തരുണത്തിൽ പ്രസക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇപ്പോൾ പാർലമെൻറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവരൊരു ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ്. വഖഫ് റദ്ദാക്കൽ നിയമം എന്നാണ് ബില്ലാണ് അതിൻ്റെ പേര്, വഖഫ് റദ്ദാക്കൽ. ഈ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, എന്താണ് വഖഫിയ എന്ന് പറഞ്ഞാൽ? ഒരു ഇസ്ലാം മതവിശ്വാസി തൻ്റെ സ്വത്ത് അത് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ, തൻ്റെ സമ്പത്ത് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ സമുദായത്തിന് സമർപ്പണം ചെയ്യലാണ്, ഇഷ്ടദാനം കൊടുക്കലാണ്. അതാണ് വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ആ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലം രാജ്യത്തുടനീളമുണ്ട്. ആയിരക്കണക്കിന് കോടി ഉറുപ്പിയുടെ വിലമതിക്കുന്ന സ്ഥലങ്ങൾ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളായിട്ടുണ്ട്. ആ വഖഫിൻ്റെ ഭരണം ഓരോ സംസ്ഥാനത്തുമുള്ള വഖഫ് ബോർഡുകളാണ്. ആ വഖഫിൻ്റെ സ്ഥലങ്ങൾ അന്യാധീനപ്പെട്ടതാണ് മുസ്ലിം സമുദായത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നൊരു വിഷയം. ആ വഖഫിന് നിയന്ത്രണം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രം പോരാ, ഇതര സമുദായത്തിൽപ്പെട്ടവർ കൂടി വേണം എന്ന് പറഞ്ഞിട്ടും അതോടൊപ്പം തന്നെ ഈ അന്യാധീനപ്പെട്ട ഭൂമി വീണ്ടെടുക്കുന്നതിനുള്ള എല്ലാ നടപടികൾക്കും വലിയ നിലക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുമാണ് ഈ ബില്ലിൽ നിർദ്ദേശിക്കപ്പെട്ടത്. BJP ഗവൺമെൻറ് എപ്പോഴും ഈ പാർലമെൻറ്റിലൊക്കെ നിയമം കൊണ്ടുവരുമ്പോൾ അവരാദ്യം ഇത് സ്വകാര്യ ബില്ലായിട്ടാണ് അവതരിപ്പിക്കുക. അപ്പോൾ സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിച്ചിട്ട് ഇതൊരു ടെസ്റ്റ് ഡോസ് പോലെ, അതാണ് ഒരു ഇഞ്ചക്ഷന് മുമ്പേ ടെസ്റ്റ് ഡോസ് കൊടുക്കുന്നത് പോലെ ഈ കഴിഞ്ഞ രാജ്യസഭയിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ രാജ്യസഭയിൽ ഈ വഖഫ് റിപ്പീൽ ബില്ല് ഒരു സ്വകാര്യ അംഗം അവതരിപ്പിച്ചു. ആരാണ്? ഉത്തർപ്രദേശിലെ ഹർനാഥ് സിംഗ് യാദവ് എന്ന് പറയുന്ന ഒരു BJP അംഗമാണ്
ഈ വഖഫ് റിപ്പീൽ ബില്ല് അവതരിപ്പിച്ചത്, സ്വകാര്യ ബില്ലായിട്ടാണ്. അപ്പോൾ അന്ന് ശക്തമായിട്ട് എതിർപ്പ് വന്നത് CPM പ്രതിനിധികൾ രാജ്യസഭയിൽ ഉയർത്തിയതാണ്. ശിവദാസനും ബ്രിട്ടാസും റഹീമും ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധമുയർത്തിയപ്പോൾ രാജ്യസഭയിലെ അംഗമായിരുന്നു നമ്മുടെ വഹാബ്. മിണ്ടിയില്ലല്ലോ, ഒറ്റ അക്ഷരം അനങ്ങിയിട്ടില്ല. അന്ന് തന്നെ CPMൻ്റെ അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ഇത് ഒരു അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്, സൂചനയാണ്, ഇതൊരു സൂചന മാത്രമാണ്. ആ സൂചനയെ അടിസ്ഥാനപ്പെടുത്തി അന്നതിനെ എതിർക്കാൻ CPIM അംഗങ്ങൾ ലീഗ് നിശബ്ദത പാലിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം നേരത്തെ ഉള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സ്വകാര്യ ബില്ല് കൊണ്ടുവന്നിട്ട് ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തതിന് ശേഷം അത് നിയമമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ബില്ല് അവതരിപ്പിക്കുക. അതിപ്പോൾ നടന്നിരിക്കുകയാണ്. ലീഗ് വണ്ടിയോ? നിങ്ങൾ നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് എന്തെല്ലാം ബഹളമാണ് ഉണ്ടാക്കിയത്. വഖഫ് സംരക്ഷണ റാലി നടത്തി, അതിനുവേണ്ടി മതസംഘടനകളെ ആകെ യോജിപ്പിച്ചു. കോഴിക്കോട്ട് മതസംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തു. അതിലാരൊക്കെയാണ് പങ്കെടുത്തത്? ലീഗുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, ഇസ്ലാം മതസംഘടനകളാകെ ഒന്നിച്ചു. എന്തായിരുന്നു വിഷയം? അവിടെയാണ് ഈ ലീഗിൻ്റെ കാപട്യം ഈ നാട്ടിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടവരും പൊതുസമൂഹവും തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലീഗിൻ്റെ കാപട്യമാണ്. എന്തിനാണ് വഖഫ് സംരക്ഷണ റാലി നടത്തിയത്? ഇപ്പോഴല്ലേ വഖഫ് സംരക്ഷണ റാലി നടത്തേണ്ടത്? വഖഫ് ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് കോടി ഉറുപ്പികയുടെ സ്വത്തുകൾ അന്യാധീനപ്പെടുന്നതിന് സഹായകരമായിട്ടുള്ള നിലയിൽ ഇപ്പോൾ വഖഫ് റദ്ദാക്കൽ നിയമം കൊണ്ടുവന്നപ്പോൾ സിംഹഗർജനം പോലെ ഉയരേണ്ട മതന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു പാർട്ടി മിണ്ടിയോ? അവർ ഒറ്റ അക്ഷരം പ്രതികരിച്ചോ? നിങ്ങൾ നോക്കൂ, ആ വഖഫ് സംരക്ഷണ റാലി നടത്തിയത് കേരളത്തിലെ LDF സർക്കാരിനെതിരായിരുന്നു, പിണറായി സർക്കാരിനെതിരായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ? അതിൻ്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു? കേരളത്തിലെ വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുക, അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിന് സർക്കാർ നിയോഗിച്ചിട്ടുള്ള വഖഫ് ബോർഡ്, അതിനകത്തുള്ള നിയമന പ്രശ്നമാണ്. ആകെ എത്രയാണ് നിയമനം? 127 ആകെ ജീവനക്കാർ അതിനകത്ത്. കേരളത്തിലെ വഖഫ് ബോർഡിൽ ഇപ്പം 127 ജീവനക്കാർ മാത്രമാണ്. അതിൽ സ്ഥിര നിയമനം എന്ന് പറഞ്ഞാൽ 27 പേരുടേത് മാത്രം. 27 തസ്തികയെ അനുവദനീയമായിട്ടുള്ള തസ്തികയുള്ളൂ. അപ്പോൾ അത്തരമൊരു കാര്യത്തിൽ PSCക്ക് വിട്ടു, ആ നിയമന പ്രശ്നം PSCക്ക് വിട്ടു, പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടു. ഇതായിരുന്നല്ലോ ബഹളത്തിനും പ്രക്ഷോഭത്തിനും കലാപത്തിനും ഒക്കെ തയ്യാറാവാൻ ലീഗിനെ പ്രേരിപ്പിച്ച ഘടകം, ജമാഅത്തെ ഇസ്ലാമിയെ പ്രേരിപ്പിച്ച ഘടകം. യഥാർത്ഥത്തിൽ കേരളത്തിലെ പിണറായി സർക്കാർ വളരെ സമർത്ഥമായിട്ട് ഒരു നിലപാട് സ്വീകരിച്ചു. ഇതര സമുദായ അംഗങ്ങൾ ഈ വഖഫ് ചെയ്യപ്പെട്ട സ്വത്തുകളുടെ കൈകാര്യം ചെയ്യാൻ വരുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി, മതവികാരമുണ്ടാക്കി. LDF സർക്കാരിനെതിരായിട്ട് വിശ്വാസികളെ അണിനിരത്താൻ വേണ്ടി വെള്ളിയാഴ്ച തോറും കുത്തുവാ പ്രസംഗത്തിന് ശേഷം സർക്കാർ വിരുദ്ധ പ്രസംഗം, രാഷ്ട്രീയ പ്രസംഗം. എവിടെ? പള്ളികളിൽ. പാടുണ്ടോ അത്? മതസ്ഥാപനങ്ങൾ ദുരുപയോഗം തടയൽ നിയമമനുസരിച്ച് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് ആരാധനാലയങ്ങളിലെ രാഷ്ട്രീയ പ്രചരണം, രാഷ്ട്രീയ പ്രവർത്തനം. ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ്. പക്ഷേ ലീഗ് ജമാഅത്തെ ഇസ്ലാമിയായി ചേർന്നുകൊണ്ട് ഇത്തരമൊരു നീക്കം നടത്തിയപ്പോൾ പിണറായി സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾക്ക് വഖഫ് ബോർഡ് നിയമനങ്ങൾ മുസ്ലിം ഇതര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ കൊണ്ട് നിറക്കണം, അവരെ നിയമിക്കണം എന്നുള്ള യാതൊരു താല്പര്യവുമില്ല. ഞങ്ങൾ സുതാര്യമായിട്ട് അഴിമതിരഹിതമായിട്ട് നിയമനം നടത്തണമെന്നുള്ള ഒറ്റ താല്പര്യത്തിന് മേലെയാണ് PSCക്ക് വിട്ടത്. നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ, അത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. ആ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എങ്ങനെയാണോ നിയമനം നടത്തി ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡുകളിലും തസ്തികൾ നിറക്കുന്നത്, അതേപോലെ ഞങ്ങളുമാവാം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. സുന്നി സംഘടനകളിൽ പ്രധാനമാണ് ജിഫ്രി തങ്ങളുടെയും അതുപോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും സംഘടനകൾ. അവർ ഗവൺമെൻറ്റിൻ്റെ ഈ തികച്ചും ശരിയായിട്ടുള്ള നിലപാട് വന്നപ്പോൾ അവർ ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങി. പക്ഷേ ലീഗിന് എന്തായിരുന്നു വിഷമം? ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തായിരുന്നു വിഷമം? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത് ലീഗില്ലാതെ കേരളം ഭരിക്കാൻ പറ്റില്ല എന്നുള്ള അഹംഭാവത്തോടുകൂടി മേനി നടിച്ച് വീമ്പ് പറഞ്ഞ് നടന്നിരുന്ന ലീഗ് നേതാക്കന്മാർക്ക് തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ട് തുടർഭരണം വന്നു. ആ തുടർഭരണം വന്നതാണ് ലീഗിനെ പ്രകോപിപ്പിച്ചത്. അപ്പോൾ നിയമന പ്രശ്നം അവർക്ക് ഒരു പ്രക്ഷോഭം നടത്താൻ, പള്ളികളെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ വിരുദ്ധ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ അവസരമുണ്ടാക്കാൻ അവർ പരിശ്രമിച്ചു. സർക്കാരിൻ്റെ സമർത്ഥമായ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞില്ല. എന്നിട്ടോ
കോഴിക്കോട് കടപ്പുറത്ത് അവർ റാലി നടത്തി, പ്രസംഗം നടത്തി, അവരുടെ ഈ ഇതുണ്ടല്ലോ, അവരുടെ ആഗ്രഹം അടക്കി എന്ന് പറഞ്ഞ പോലെ അവരുടെ ഈ പറയുന്ന വികാരങ്ങളൊക്കെ അവിടെ പ്രസംഗിച്ചു തീർത്തു. പള്ളികളെ ഉപയോഗിക്കാൻ അവർ കഴിഞ്ഞില്ല. ഞാൻ പറയുന്നത്, ഇപ്പോൾ വഖഫ് സംരക്ഷണ റാലി നടത്തേണ്ട സന്ദർഭത്തിൽ എന്താ ലീഗ് മിണ്ടാത്തത്? ഈ സ്വകാര്യ ബില്ലിലോ രാജ്യസഭയിൽ വന്നപ്പോൾ എന്താണ് ലീഗിൻ്റെ പ്രതിനിധി ഒറ്റ അക്ഷരം അനങ്ങാതിരുന്നത്? അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. രാജ്യസഭയിൽ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്ന് ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ അതിനെ അവിടെ എതിർക്കണം. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഈ വഖഫ് റിപ്പീൽ ആക്ട് ബില്ല് കൊണ്ടുവന്നപ്പോൾ ആ ബില്ലിനെ പരസ്യമായിട്ട് എതിർക്കാനും വഖഫ് സംരക്ഷണ റാലിക്ക് വേണ്ടി സംഘാടക സമിതി ഉണ്ടാക്കാനും ഉത്തരവാദപ്പെട്ട ലീഗ് എന്താ അതിന് തയ്യാറാവാത്തത്? ഇതാണ് ലീഗിൻ്റെ കാപട്യം. ആ കാപട്യങ്ങളെല്ലാം തുറന്നു കാണിക്കുന്ന ഒരു പുസ്തകമാണ് എഴുതിയിട്ടുള്ളത്. പുസ്തകത്തിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സ്വാഭാവികമായിട്ടും ഒക്ടോബർ അവസാനത്തെ ആഴ്ച അത് പ്രകാശനം ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. ആ അവസരത്തിൽ അതിൻ്റെ വിശദമായിട്ടുള്ള ചർച്ച നടത്തണം. കാരണം മുസ്ലിം രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയ ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം, നമ്മുടെ സമൂഹത്തിൽ ഹിന്ദു ഏകീകരണം ഒരു ഭാഗത്ത് RSS നടത്തുമ്പോൾ ഇപ്പുറത്ത് മുസ്ലിം ഏകീകരണം നടത്താൻ വേണ്ടി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൂട്ടുപിടിച്ച് അവരുടെ ചുമലിൽ കൈയിട്ടുകൊണ്ടാണ് സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ലീഗ് മുന്നോട്ട് വരുന്നത്. അതെല്ലാം സംബന്ധിച്ച് കൃത്യമായിട്ടൊരു വിമർശനപരമായിട്ടൊരു പരിശോധന നടത്തുന്നുണ്ട്. ചർച്ചകൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി പിന്നീടാവാം ചർച്ചകൾ നടത്തണം എന്നതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ ആഗ്രഹം. അതാണ് സംബന്ധിച്ച് പറയാനുള്ളത്. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ആ മുസ്ലിം രാഷ്ട്രീയ ഇസ്ലാം എന്ന താങ്കളുടെ ആ പഠനാർഹമായ പുസ്തകം എടുത്തു വായിക്കാനും പഠിക്കാനും ഒക്കെയായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. സജീവൻ, താങ്കൾ ഒരു 4 പതിറ്റാണ്ട് മലബാറിൽ രാഷ്ട്രീയ ലേഖകനായി, പത്രലേഖകനായി നിറഞ്ഞു നിന്ന് ലീഗ് രാഷ്ട്രീയത്തെ, മുസ്ലിം രാഷ്ട്രീയത്തെ ഒക്കെ കമ്പോട് കമ്പ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ലീഗ് രാഷ്ട്രീയത്തിന് മുമ്പിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ കർത്തവ്യം നാട്ടിൽ വേരുറപ്പിക്കുന്ന, പിടിമുറുക്കുന്ന അപകടകരമായ ഫാസിസത്തിനെതിരെ മതേതര ശക്തികളുമായി കൈകോർത്ത് നിൽക്കുക, ഉറച്ച നിലപാടെടുക്കുക എന്നാണ്. പിന്നെ എന്തെങ്കിലും ഒരു കടമ അവർക്കുണ്ടെങ്കിൽ ഇപ്പോൾ PJ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ഇസ്ലാം അതുയർത്തുന്ന സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടാതിരിക്കുക, അവരുമായിട്ട് വ്യതിരിക്തമായ ഒരു നിലപാടെടുത്തുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ഐഡൻറ്റിറ്റി സ്ഥാപിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നതാണ്. ഇത് രണ്ടും കൈവടിയുകയാണ് മുസ്ലിം ലീഗ്. എന്നിട്ട് പകരം ഉയർന്നു വരുന്ന ആ ഫാസിസത്തിന് എന്തോ കാരണത്താൽ കീഴടങ്ങി കൊടുക്കുകയാണ് എന്നാണ് നമ്മൾ കാണുന്നത്. മുസ്ലിം ലീഗിൻ്റെ അണികളുടെ പ്രത്യേകത നമുക്കറിയാം. ഒരു അനുഷ്ഠാനം പോലെ ആ രാഷ്ട്രീയ പാർട്ടിയോട് കൂർ പ്രഖ്യാപിച്ച സാധാരണക്കാരായ ജനസാമാന്യങ്ങൾ പിറകിലുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവരുടെ രാഷ്ട്രീയമായ ആവശ്യം ഉയർത്തിപ്പിടിക്കാൻ ഈ പാർട്ടിക്ക് കഴിയാതെ വന്നിരിക്കുന്നു. ഈയൊരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് ചരിത്രത്തിലെ, അതിൻ്റെ നീണ്ട ചരിത്രത്തിലെ, നിറഞ്ഞ ചരിത്രത്തിലെ ഈ രാഷ്ട്രീയ സന്ദർഭത്തെക്കുറിച്ച് ഒരിക്കൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ചെടുത്തു നിന്നാണ് മുസ്ലിം ലീഗ് ഉയർത്തെഴുന്നേറ്റ് ഇത്തരത്തിലെത്തിയത് എന്ന് നമുക്കറിയാം. അതിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇപ്പോഴുണ്ടാകുന്ന ഈ അപജയത്തെക്കുറിച്ച് ഒരു രാഷ്ട്രീയ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കൾ എന്തു പറയുന്നു? സജീവൻ. NPC ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് അവരൊരു പ്രക്ഷോഭത്തിന് ആരംഭം കുറിക്കുന്നുള്ളതായിരുന്നു, അതായത് പ്രഖ്യാപനം നടത്തുന്നുള്ളതായിരുന്നു. ഇവിടെ ശ്രീ P ജയരാജൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ടപ്പോൾ അത് മുസ്ലിങ്ങളല്ലാത്തവരെ കൂടി വഖഫ് ബോർഡിൽ നിയമിക്കാൻ വേണ്ടിയിട്ടാണ്, വഖഫ് ബോർഡിൻ്റെ ജോലിക്കാരായിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള വലിയ ഒരു അജണ്ട തയ്യാറാക്കിയിട്ടാണ് വലിയ രീതിയിൽ മുസ്ലിം ലീഗ് രംഗത്തേക്ക് വന്നത്. അതവർക്ക് പിന്നീട് തിരിച്ചടിയായി. പക്ഷെ എന്തായാലും പോലും അങ്ങനെ അവർ പേടിച്ചു. അങ്ങനെ ശരി, സ്വാഭാവികമായിട്ടും പേടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം വഖഫ് ബോർഡിന് നിയമനം PSCക്ക് വിടുമ്പോൾ അതിനിപ്പോൾ PSC സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഇപ്പോൾ ഇത്ര വയസ്സായ ആളുകൾക്കൊക്കെ പരീക്ഷ എഴുതാം എന്ന രീതിയിലേക്ക് വരുമോ എന്നുള്ള ഭീതി കൊണ്ടൊക്കെയാണെന്ന് വെക്കാം. അത് വെച്ച് തൊട്ട പിന്നാലെ തന്നെ പ്രക്ഷോഭം പ്രഖ്യാപിക്കുകയും പള്ളികളിൽ കുത്തുബയ്ക്ക് ശേഷം ഈ പ്രക്ഷോഭത്തിൻ്റെ തീരുമാനം പറയുകയൊക്കെ ചെയ്യുന്ന PMA സലാം പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അതാണ് ആ രീതി അവർ എല്ലാ കാര്യത്തിലും കൈക്കൊള്ളുമെന്നുള്ളതാണ്. ഇവിടെ നോക്കൂ,
ഇന്നലെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എന്താണ്? കുഞ്ഞാലിക്കുട്ടിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾ എതിർക്കുമല്ലോ, എല്ലാവരും ഇതിനെ ഒറ്റ തെരഞ്ഞെടുപ്പിനെ എതിർത്തിട്ടുണ്ടല്ലോ, ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എതിർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അത് രാജ്യത്തിന് നല്ലതല്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ എതിർക്കുന്നത്. എന്തായിരിക്കാം എതിർപ്പ്? സ്വാഭാവികമായിട്ടും ഒറ്റ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഭയക്കുന്നത് പോലെ ഇവിടെ ഒരു പക്ഷേ ഇനി തെരഞ്ഞെടുപ്പേ ഇല്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനോ ഏകാധിപത്യത്തിൻ്റെ കാര്യത്തിലേക്ക് കൊണ്ടുപോകാനോ, ഇനി അതല്ലെങ്കിൽ എല്ലാം ഞങ്ങൾക്ക് ഇരട്ട എഞ്ചിൻ എന്ന് പറയുന്ന പോലെ 3 എഞ്ചിനും 4 എഞ്ചിനും വെച്ചിട്ടൊക്കെയുള്ള ഒരു തീവണ്ടിയുടെ രീതിയിലേക്ക് ഭരണം കൊണ്ടുപോകാനൊക്കെയാണെന്നാണല്ലോ നമ്മൾ ഭയക്കുന്ന കാര്യം. അങ്ങനെ ഒരു ഭയമുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടത് ഈ ന്യൂനപക്ഷ വിഭാഗത്തിനാണ്. കാരണം BJPയുടെ ഏറ്റവും വലിയ ശത്രുത എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തോടാണ്. ന്യൂനപക്ഷങ്ങളിൽ തന്നെ ക്രിസ്ത്യാനികളോടുള്ളതിനേക്കാൾ ഭീകരമായ രൂപത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് 1-ാം നമ്പർ ശത്രുവായിട്ടുള്ളത് മുസ്ലിങ്ങളാണ്, 2ാമതാണ് കമ്മ്യൂണിസ്റ്റുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിങ്ങളോടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു ആപൽ ശങ്കയെങ്കിലും ഉണ്ടാകണമല്ലോ. കുഞ്ഞാലിക്കുട്ടി പറയും ഞങ്ങൾക്ക് എതിർപ്പുണ്ടല്ലോ, ഞങ്ങളിതിനെ അംഗീകരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവർ ഇതിനെതിരെയുള്ള ക്യാമ്പയിനെങ്കിലും, പ്രക്ഷോഭമൊന്നും വേണ്ട, ഒരു ക്യാമ്പയിൻ ജനങ്ങൾക്കിടെ അവരുടെ അണികൾക്കിടയിലെങ്കിലും ഒരു ക്യാമ്പയിൻ നടത്താൻ ഇന്നലെ തന്നെ തീരുമാനിക്കേണ്ടതായിരുന്നു. ഇനി അതല്ലെങ്കിൽ അടുത്തത് തന്നെ ഞങ്ങൾ ഒരു പ്രചരണ പരിപാടി കൺവെൻഷൻ നടത്തുമെന്നെങ്കിലും പറയേണ്ടതായിരുന്നു. ഒന്നും ഉണ്ടായില്ല. ഇതുവരെ എന്താണ് തങ്ങളുടെ നിലപാട്, ഇതിനെതിരെ തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവർ പറഞ്ഞിട്ടേ ഇല്ല. ഇത് തട്ടിക്കൂട്ട് കമ്മിറ്റിയാണെന്ന് പറയാം, പക്ഷെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമ്പോൾ, മന്ത്രിസഭ ഇത് അംഗീകരിക്കുമ്പോൾ ഈ തട്ടിക്കൂട്ടല്ലല്ലോ. സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു, ഞങ്ങളിതാ ഈ രാംനാഥ് കോവിന്ദിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇനി ഒരൊറ്റ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കാണെങ്കിലും നിയമസഭകളിലേക്കാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും ഒറ്റ തെരഞ്ഞെടുപ്പ്. അത് വളരെ ഈ ധനലാഭവും സമയലാഭവും ഒക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴുള്ളൊരു കാര്യം നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഒരേ രീതിയിലുള്ള ജനങ്ങൾ വോട്ട് ചെയ്യാറുള്ളത്. സ്വാഭാവികമായിട്ടും ഓരോ ഘട്ടത്തിലും ഇന്ന രീതിയിൽ വേണം, വ്യക്തികളെ നോക്കിയിട്ട് ചെയ്യാം, എല്ലാം പല സമയങ്ങളിൽ പല തീരുമാനങ്ങൾ എടുക്കാനുള്ള ജനങ്ങളുടെ അവകാശമുണ്ട്. ജനാധിപത്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ജനങ്ങളുടെ ഒരു ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് 5 വർഷത്തിലൊരിക്കൽ ഉള്ളൊരു ഇൻ്റർവെൻഷന് പകരം ഇങ്ങനെ 2-3 ഘട്ടങ്ങളായിട്ട് 5 വർഷത്തിനിടയിൽ 2-3 ഘട്ടങ്ങളായിട്ടുള്ളൊരു ഇടപെടൽ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുമ്പോൾ ജനമനസ്സ് എങ്ങോട്ടേക്കാണെന്ന് തോന്നാനെങ്കിലും ഭരണകൂടങ്ങൾക്ക് കഴിയും. ഇതാ ഞങ്ങൾക്ക് പിന്തുണയില്ല, കിട്ടാത്തൊരവസ്ഥയുണ്ടാകും. ഇപ്പോൾ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഏതെങ്കിലും പാർട്ടി, ഇപ്പോഴത്തെ രീതിയിൽ BJP ആണ് അധികാരത്തിൽ വന്നത്, പക്ഷേ പിന്നീട് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുമെങ്കിൽ അവരുടെ ഔദ്ധത്യത്തിന്, അവരുടെ അഹങ്കാരത്തിന് അപ്പോൾ തന്നെ സ്വാഭാവികമായ കടിഞ്ഞാൺ വരും. അങ്ങനെ ഒരു അവസ്ഥ കൂടി ഇതിനുണ്ട്. അങ്ങനെയുള്ളൊരു അവസ്ഥ, ജനാധിപത്യത്തിൻ്റെ ഒരു സാധ്യത കുറേ കൂടി വികസിപ്പിച്ചെടുക്കുന്നൊരവസ്ഥ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ അതിനെതിരെ ഏറ്റവും ആദ്യം വരേണ്ടത് ന്യൂനപക്ഷമാണ്. കാരണം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഈ ഇസ്ലാമോഫോബിയ ഇവിടെ കൂടി വരികയാണ്. ആ ഇസ്ലാമോഫോബിയ വളർത്തുന്നതിൽ BJPയുടെ നേതാക്കന്മാർക്കുള്ള പങ്ക് പോലെ വേറെ ആർക്കുമില്ല. പല MP-മാരും ഇതിനെക്കാലത്തിനിടയിൽ സാക്ഷി മഹാരാജ് ഉൾപ്പെടെ ഉള്ള സാത്വി നിരഞ്ജൻ ജ്യോതി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഓരോരോ ഘട്ടങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതിഭീകരമായ രൂപത്തിൽ ഇസ്ലാമോഫോബിയ ഇവിടെ പ്രകടിപ്പിച്ചു വരുമ്പോൾ ഇവിടെ ഒറ്റ മതം മതി, ഇത് ഹിന്ദു രാഷ്ട്രമാണെന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ഭയക്കേണ്ടതാണ്. ഇനി ഒറ്റ തെരഞ്ഞെടുപ്പ് കൂടി വന്നു കഴിഞ്ഞാൽ അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഏകാധിപത്യത്തിലേക്ക് പോകും, തെരഞ്ഞെടുപ്പേ വേണ്ട എന്നൊരവസ്ഥയിലേക്ക് പോകും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയെങ്കിലും കാണിക്കേണ്ടതാണ്. അത് പക്ഷെ ഉണ്ടാവുന്നില്ല എന്നുള്ള അത്ഭുതം. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ ഇത്ര ഒരു ഉദാസീനത കാണിക്കുന്നതെന്നുള്ള കാര്യത്തിൽ അത്ഭുതം തോന്നുക. കാരണം അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. ഇതിനെതിരെ പ്രതികരിക്കുക. നേരത്തെ ശ്രീ P. ജയരാജൻ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ ഇത് പ്രതികരിക്കേണ്ടതുണ്ട്. നടന്നാലും ഇല്ലെങ്കിലും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഉദാസീനത, അത് വലുതായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ജനങ്ങൾ അടിമകളായിട്ട് മാറും. അങ്ങനെ അടിമകളായിട്ടുള്ള ഒരു ജനക്കൂട്ടത്തെ ഉണ്ടാക്കാനാണോ നമ്മൾ ശ്രമിക്കേണ്ടതെന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെയാണല്ലോ മുസ്ലിം ലീഗും ഉള്ളത്.
മുസ്ലിം ലീഗ് ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ശക്തമായൊരു നിലപാടെടുക്കേണ്ട ഘട്ടത്തിൽ ഇവർ അതിൽ ഏത് നിലപാടിലേക്ക് പോകും? ഇത് ഒറ്റ തെരഞ്ഞെടുപ്പ് മതി എന്നുള്ള രീതിയിലേക്ക് അവർ പോകുമ്പോൾ ഒരു ഐക്യം എന്ന് പറയുന്ന മഹാഗഠബന്ധൻ എന്ന് പറയുന്നത് ഇല്ലാതാവുന്നൊരവസ്ഥയുണ്ടാകും. അപ്പം ഇതിൽ എനിക്ക് ലീഗ് നേതാക്കന്മാരോട് അവർ ഏത് നിലപാടെടുക്കുകയാണെങ്കിലും അവരോട് പറയാനുള്ള എടുക്കുന്ന നിലപാടിൽ അവർ ജനങ്ങളെ അവരുടെ അണികളെയെങ്കിലും കൺവിൻസ് ചെയ്യിക്കണം ഇതിങ്ങനെയാണെന്നുള്ളത്. പക്ഷേ അണികൾക്കൊരിക്കലും ഇത് ബോധ്യപ്പെടില്ല. കാരണം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എത്രയോ ആളുകൾ സാധാരണ വ്യക്തികൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത പ്രാവശ്യം നരേന്ദ്രമോദി മരിക്കുന്നവരെ ഇവിടെ പ്രധാനമന്ത്രി അദ്ദേഹം തന്നെ ആയിരിക്കും എന്നല്ലേ ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആശങ്കയ്ക്കനുസരിച്ച് നിന്നില്ലെങ്കിൽ നമ്മുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന അറിയില്ല. ഞങ്ങൾ ഇത്രയും വലിയ ശക്തിയാണ്, ഞങ്ങൾ കേരളത്തിൽ UDFിലെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ്, ഞങ്ങൾക്ക് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സ്വാധീനമുണ്ട് എന്നൊക്കെ അവർക്ക് ഇപ്പോൾ പറയാം. പക്ഷെ എക്കാലത്തും അങ്ങനെ ആവണമെന്നില്ല. ഈ നിലപാടിനോട് വിയോജിപ്പുള്ള മറ്റ് മുസ്ലിം പ്രസ്ഥാനങ്ങൾക്ക് ശക്തി വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ലീഗിൻ്റെ നിലപാട് ബോധ്യപ്പെടാതെ അവരെ തള്ളിപ്പറയുന്നൊരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടതാണ്. എനിക്ക് അവരോട് വിരോധം ഉണ്ടായിട്ട് പറയുന്നൊന്നുമില്ല. കാരണം അവരിത് മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റാരേക്കാൾ കൂടുതൽ ദോഷം വരാൻ പോകുന്നത് അവർക്കും അവർ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിനുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമുദായത്തിൻ്റെയോ പാർട്ടിയുടെയോ ഒക്കെ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവാതെ ഒളിച്ചോടുന്നൊരവസ്ഥ, അജണ്ടയ്ക്ക് ഞങ്ങൾ മറുപടി പറയില്ല എന്ന നിലപാട്. എന്ത് അജണ്ടയാണ് എനിക്ക് ഇന്നലെ മനസ്സിലായില്ല. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും അജണ്ട സെറ്റ് ചെയ്തിട്ടാണോ ചോദിച്ചതെന്ന് ആർക്കും അറിയില്ലല്ലോ. അവർ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഈ രാംനാഥ് കോവിന്ദിൻ്റെ കമ്മിറ്റിയുടെ മുമ്പാകെ പോയിട്ടൊന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അതൊരു അജണ്ടയാണോ? ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. യാഥാർത്ഥ്യത്തെക്കുറിച്ച് സജീവൻ, അജണ്ട എന്ന് പറയുന്നത് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് കൈരളി ന്യൂസാണ്. മറ്റുള്ള മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ചേർന്ന് അത് തമസ്കരിക്കുകയാണ്. കൈരളി പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയെക്കുറിച്ചുള്ളൊരു ചോദ്യം ഒരു അജണ്ടയാണ്. അങ്ങനെയാണ് അവരുടെ നിലപാട്. അല്ല NPC അതുപോലെ എങ്ങനെയാണ് അജണ്ടയാവുക? ഇത് യാഥാർത്ഥ്യമല്ലേ? ഇത് ഞങ്ങൾ രാംനാഥ് കോവിന്ദിൻ്റെ കോവിന്ദ് കമ്മിറ്റിയുടെ മുമ്പാകെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്നെങ്കിലും പറയണ്ടേ? പറഞ്ഞോ ഇല്ലേ എന്നുള്ള ഇത് പിന്നീട് എല്ലാം തെളിയുക. അല്ലെങ്കിൽ പറഞ്ഞില്ല, ഞങ്ങൾക്ക് പറയാൻ മനസ്സുണ്ടായിരുന്നില്ല പറയാം. അല്ല, ഇത് തട്ടിക്കൂട്ട് കമ്മിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പിന്നെ അജണ്ടയുടെ പിന്നാലെ പോകാൻ ഞങ്ങൾ അജണ്ടയ്ക്ക് മറുപടി പറയാമെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ജനത്തിന് ഒരു തോന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പോയി പറഞ്ഞില്ല? എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ പുതിയത് കൂടി വരുമ്പോഴാണ് തമാശ. ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നത് സമയലാഭവും ധനലാഭവും ഉണ്ടാകും, മുസ്ലിം ലീഗിൻ്റെ ഫണ്ട് തീർന്നു പോകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തത്, ഞങ്ങൾക്ക് കുറേ പണിയുള്ളത് കൊണ്ട് കുറച്ച് സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തൂ. ഈ വെറും മുസ്ലിം ലീഗിൻ്റെ അണികളെ മാത്രമല്ല, UDFിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്. അവരെ UDFിനെ ബോധ്യപ്പെടുത്തണമല്ലോ. അല്ലെങ്കിൽ നിഷ്പക്ഷരായി നിൽക്കുന്ന ഒരു ഏതാണ്ട് 5-10% ആളുകൾ കേരളത്തിലുണ്ടല്ലോ. അവരാണല്ലോ ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരെ ബോധ്യപ്പെടുത്തണ്ടേ ഞങ്ങളുടെ നിലപാട് എന്താണെന്നുള്ള കാര്യം? അത് പറയാതെ ഈ അജണ്ട എന്താണ് എനിക്കിപ്പോഴും ബോധ്യപ്പെടാത്ത NPC ഈ കൈരളി കൊണ്ടുവന്നാലും ആര് കൊണ്ടുവന്നാലും ഇതിലെന്താണ് അജണ്ട? ചോദ്യം വളരെ കൃത്യമാണല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ മുമ്പാകെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അജണ്ട എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുമ്പോഴാണ് പല സംശയങ്ങളും ജനങ്ങൾക്കുണ്ടാവുക. സജീവൻ പറഞ്ഞത് കൃത്യമാണ്. കൈരളി കൊണ്ടുവന്ന 2 റിപ്പോർട്ടുകളും മുൻനിർത്തി ഉയരുന്ന സ്വാഭാവിക ചോദ്യങ്ങൾക്ക് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് മറുപടിയില്ല. ആ മറുപടി ഇല്ലായ്മയുടെ വിളംബരമാണ് ഇന്നത്തെ ഈ ചർച്ചയിലെ അവരുടെ അസാന്നിധ്യം. ഇനിയിപ്പോൾ 15 മിനിറ്റ് ഈ ചർച്ച തീരാനുള്ളൂ. എനിക്ക് ധൈര്യമായി തന്നെ പറയാം, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഈ ചർച്ചയിൽ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, ആ അസാന്നിധ്യം ആലോചന അമൃതമാണ്. പി ജയരാജൻ, താങ്കളോടാണ് എൻ്റെ അടുത്ത ചോദ്യം. ഇപ്പോൾ സജീവൻ പറഞ്ഞു നിർത്തി, ഇത് മുസ്ലിം ലീഗിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഇന്ത്യ മുന്നണിയുടെ തന്നെ നിലപാടിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു നിർത്തി. UDFിൻ്റെ ഘടകകക്ഷികളാണ് മുസ്ലിം ലീഗും RSPയും. അവരാണ് ഇപ്പോൾ രാഷ്ട്രീയമായി അധാർമികമായ ഒരു പൊസിഷൻ എടുത്തു എന്ന കുറ്റാരോപണത്തിന് മുന്നിൽ നിൽക്കുന്നത്. 2 പേരും ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രശ്നം പഠിച്ച രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുമ്പിൽ അഭിപ്രായം പറഞ്ഞില്ല. ഒപ്പം തന്നെ അതോടൊപ്പം മുസ്ലിം ലീഗ് ആവട്ടെ
ഈ കമ്മിറ്റിക്ക് മുമ്പിൽ, ഇത് പഠിച്ച പാർലമെൻറ്റ് കമ്മിറ്റിക്ക് മുമ്പിൽ ഈ നിർദ്ദേശത്തെ അനുകൂലിച്ച് അഭിപ്രായം കൊടുത്തു. ഇത് മുസ്ലിം ലീഗിൻ്റെയും RSPയുടെയും രാഷ്ട്രീയ നഷ്ടം എന്നതിലുപരി UDFിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ നഷ്ടമല്ലേ? UDF ഇതിൽ പ്രതികരിക്കേണ്ടതല്ലേ? UDF ഇതിലൊരു നിലപാട് എടുക്കുകയും തങ്ങളുടെ ഘടകകക്ഷികളെ തിരുത്തുകയും ചെയ്യേണ്ടതില്ലേ? ഘടകകക്ഷികൾക്ക് അവരുടേതായിട്ടുള്ള തീരുമാനത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിത്തരം അടിസ്ഥാന പ്രശ്നങ്ങളിൽ വയ്യല്ലോ. ഫാസിസത്തിൻ്റെ മുന്നിൽ അങ്ങനെ ഒരു നിലപാട് അനുവദിച്ചു കൊടുക്കാനാവില്ലല്ലോ. അതുകൊണ്ട് UDFിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസ് ഇടപെടേണ്ടേ. അവർ ഇതിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ച് സ്വന്തം ഘടകകക്ഷികളെ തിരുത്തും വിധം പരസ്യമായി രംഗത്ത് വരേണ്ട ഘട്ടമല്ലേ PJ? തീർച്ചയായിട്ടും ഇവിടെ ഈ NPC ഉന്നയിച്ച വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാം ദുഃഖിപ്പിച്ച ഒരു സംഭവമാണ് സിനിമാ രംഗത്തെ അമ്മമുഖം കവിയൂർ പൊന്നമ്മ അന്തരിച്ചത്. അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ, അവരുടെ അങ്ങേയറ്റം പ്രാഗൽഭ്യം നിറഞ്ഞ അഭിനയ തികവിന് മുൻപിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇവിടെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് കടന്നാൽ സ്വാഭാവികമായിട്ടും ലീഗ് നേതൃത്വം അവരുടെ അണികളോടും സമൂഹത്തോടും പരസ്യമായി പറയണം എന്താണ് ഇങ്ങനത്തൊരു നടപടി ഉണ്ടായതിൻ്റെ പിന്നിലുള്ളത്. അവർ കേരളത്തിലെ നിയമസഭയിലൊക്കെ ചിലപ്പോൾ കോൺഗ്രസിൽ നിന്നും ഭിന്നമായിട്ടുള്ള നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാര്യത്തിലൊക്കെ അവർ ഭിന്നമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ രാജ്യത്തുടനീളമുള്ള ഇന്ത്യ കൂട്ടായ്മയിലെ പാർട്ടികളെല്ലാം തന്നെ ഇത് ഏകാധിപത്യത്തിലേക്ക് പോകുന്ന നീക്കമാണ്, ഫെഡറലിസത്തെ തകർക്കുന്ന നീക്കമാണ് എന്ന് മാത്രമല്ല ഇത് RSSൻ്റെ അജണ്ട രാജ്യത്ത് നടപ്പാക്കുന്നതിന് വേണ്ടി ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടാത്ത സന്ദർഭത്തിലും സാമർഥ്യപൂർവ്വമുള്ള ഒരു നീക്കമായിട്ടാണല്ലോ CPM ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും കാണുന്നത്. പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികളും അങ്ങനെയാണ് കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് UDFിലെ ഘടക പാർട്ടികളായിട്ടുള്ള മുസ്ലിം ലീഗ് അതുപോലെ തന്നെ കോൺഗ്രസ്, ഇവർ രണ്ടുപേരും ഒന്ന് നിലപാട് അറിയിച്ചില്ല എന്നാണ് പിന്നീട് ആദ്യം മനസ്സിലാക്കിയത്. ഇപ്പോൾ നിലപാട് ഈ കമ്മിറ്റി അറിയിച്ചു എന്നാണല്ലോ കൈരളി പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ അഭിപ്രായം പറയണം. അത് സമൂഹത്തോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. കാരണം അവർ ഇപ്പോഴും കോൺഗ്രസ് പറയുന്നത് മോദിക്കെതിരെ, കോൺഗ്രസ് പറയുന്നത് BJPക്കെതിരെ, ഈ ഏകാധിപത്യ നടപടികൾക്കെതിരായിട്ട് കോൺഗ്രസ് പറയുന്നു. അവരുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു നിലപാട് എന്തേ ലീഗ് കൈക്കൊള്ളാൻ കാരണം? അപ്പോൾ ലീഗിനോട് ചോദിച്ചിട്ട് കോൺഗ്രസ് അതേ സംബന്ധിച്ച് അഭിപ്രായം പറയണം. ലീഗിനോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. കാരണം ഇവർ തമ്മിൽ അത്ര വലിയ യോജിപ്പാണ്. കോൺഗ്രസ്സിന് വഴങ്ങിയിട്ടാണല്ലോ പലപ്പോഴും ലീഗ് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പൗരത്വ നിയമത്തിൻ്റെ വിഷയത്തിലും പലസ്തീൻ വിഷയത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോൺഗ്രസ് ലീഗിനോട് ചോദിക്കുക, കോൺഗ്രസ് അതിൻ്റെ അഭിപ്രായം ഈ പൊതുസമൂഹത്തോട് പറയുക. അതുപോലെ തന്നെ ഇന്ന് ഈ ചർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ വന്നിട്ടുള്ളത്. തങ്ങളുടെ പാർട്ടിക്കെതിരായിട്ട് ഇത്തരമൊരു പ്രധാനപ്പെട്ട വിഷയം പുറത്തു കൊണ്ടുവരുന്നു. പ്രധാനപ്പെട്ട വിവരം, മറച്ചുവെക്കപ്പെട്ട ഒരു വിവരം കൈരളി TV പുറത്തു കൊണ്ടുവരുന്നു. അവരുടെ പ്രതിനിധികളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചർച്ചയിൽ പങ്കെടുക്കണ്ടേ? ഞാൻ അനുമാനിക്കുന്നത് ലീഗ് നേതാക്കന്മാരും അതുപോലെ തന്നെ ലീഗ് അണികളും ഈ ചർച്ച വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഏതായാലും മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകൾക്കുള്ള ഒരു വലിയ ആശങ്കയുണ്ട് ഇക്കാര്യത്തിൽ. സ്വാഭാവികമായിട്ട് വരുമല്ലോ. ലീഗിനെ പോലെ സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നൊരു പാർട്ടി മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്നൊരു പാർട്ടി രാജ്യത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്ന സംഘപരിവാർ ശക്തികളുടെ അജണ്ടയ്ക്ക് വിധേയമായി എന്തുകൊണ്ട് നിലപാട് സ്വീകരിച്ചു എന്ന കാര്യം ഒന്ന് അവരുടെ അണികളെ അറിയിക്കണം, അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തെ അറിയിക്കണം, രാജ്യത്തിലെ ജനാധിപത്യ സമൂഹത്തെയും അറിയിക്കാനുള്ള ബാധ്യത ലീഗ് നേതൃത്വത്തിനുണ്ട്, അതോടൊപ്പം കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം അത് സമൂഹത്തോട് പരസ്യമായി പറയണം. ലീഗ് നിലപാടിനോട് കോൺഗ്രസിൻ്റെ സമീപനം എന്താണ്, അത് അവർ പരസ്യമായിട്ട് പറയണം. അപ്പോൾ അതല്ലാതെ അതിൽ വേറൊരു കാര്യം, കേരളത്തിലെ ഈ മറ്റു മാധ്യമങ്ങളുണ്ടല്ലോ, റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി പല നുണക്കഥകളും പ്രചരിപ്പിക്കുക, അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്ന കേരളത്തിലെ റേറ്റിങ്ങിൽ മുൻപന്തിയിലുണ്ട് എന്ന് പറയുന്ന മാധ്യമങ്ങൾ
ആ മാധ്യമങ്ങൾ ഈ വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയെ സംബന്ധിച്ച് ഒന്നും പ്രതികരിക്കാതിരിക്കുക, ചർച്ച നടത്താതിരിക്കുക, ഈ കാപട്യവും പ്രേക്ഷകർ തിരിച്ചറിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവയൊക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ ഇത് നല്ല നിലക്ക് ചർച്ചാ വിഷയമാക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ നിർദ്ദേശം അതാണ്. സജീവൻ, ഞാൻ അവസാനമായി താങ്കളിലേക്ക് വരികയാണ്. ഇപ്പോൾ പി ജെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, മറ്റു മാധ്യമങ്ങൾ ഈ പ്രശ്നം ഏറ്റെടുക്കുന്നില്ല. സത്യത്തിൽ കേരള രാഷ്ട്രീയ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 വാർത്തകളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റാരും കൂടെ വരാനില്ലെങ്കിൽ നീ തനിയെ പോവുക, ഏക്ല ചലോരെ, ആ പാട്ടുപാടിയിട്ടാണ്, അതെ ആ പാട്ടുപാടിയിട്ടാണ് ഏറ്റവും അവസാനം ഗാന്ധി നവഗാലിയിലെ തെരുവുകളിൽ അലഞ്ഞിരുന്നത്. ആ ഗാനം ഞങ്ങളെയും നയിക്കും. എങ്കിലും മറ്റു മാധ്യമങ്ങൾക്ക് ഒരു കടമയില്ലേ? അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. സജീവൻ എന്തു പറയും? കൂട്ടിച്ചേർക്കും പെട്ടെന്ന്. NPC ഞാൻ ഇതൊരു കൗതുകത്തോടു കൂടി കാര്യം ആലോചിക്കുകയായിരുന്നു. ഇതേ സംഭവം ലീഗ് ഇപ്പോൾ ചെയ്ത കാര്യം, അതായത് പാർലമെൻറ്റ് കമ്മിറ്റിയുടെ മുമ്പാകെ ഇത് സമയ നഷ്ടവും ധനനഷ്ടവും ഒഴിവാക്കും എന്ന് പറയുന്ന നിലപാടെടുത്തു. രാംനാഥ് കോവിന്ദിന് മുമ്പാകെ പോയതുമില്ല. ഇത് CPIM ആണ് ചെയ്തതെങ്കിൽ ഇവിടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുക എന്ന് ഞാൻ കൗതുകത്തോടെ ആലോചിക്കുകയായിരുന്നു. എല്ലാവരുടെയും ചർച്ച ഇതായിരിക്കും. കാരണം ജനാധിപത്യ ധ്വംസനത്തിന് കൂട്ടുനിൽക്കുന്നു, BJPയുടെ പാളയത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടാകും. നമ്മുടെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒക്കെ എത്ര നെടുങ്കൻ രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുമായിരുന്നു. അപ്പോൾ ആര് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. ഈ പ്രശ്നത്തെ തിരിച്ചാണ് ഇവർ തന്നെ ആലോചിക്കേണ്ടതാണ്. ഇത് CPIMൻ്റെ ഭാഗത്താണ്, ഞങ്ങൾ വെറുതെ ഇരിക്കുമോ മിണ്ടാതിരിക്കുമോ എന്ന് ഈ പാർട്ടികളും KPCC നേതൃത്വവും ലീഗിൻ്റെ നേതൃത്വവും അതിൻ്റെ മറ്റുള്ള നേതാക്കന്മാരും ഈ മാധ്യമങ്ങളും ഒക്കെ ചിന്തിക്കേണ്ടതാണ്. ഇത് വളരെ കൃത്യമാണ്. ഇത് അവിടെയാണ് അജണ്ട. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മൗനത്തോട് കൂടിയിട്ട് അത് ഇല്ലാതാക്കാൻ പറ്റും. ചിലത് നിങ്ങൾക്ക് കൊട്ടിഘോഷിച്ചുകൊണ്ട് ചെറുതിനെ ഭീകരമായിട്ട് കാണിക്കാനും പറ്റും. ഇപ്പോഴത്തെ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലതും അതാണ്. ഇത് സത്യത്തിൽ ലീഗ് ആദ്യം അവരുടെ നിലപാട് വ്യക്തമാക്കണം. അതല്ലെങ്കിൽ കോൺഗ്രസ്, നേരത്തെ PJ പറഞ്ഞ പോലെ കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് എന്താണ് ലീഗിൻ്റെ നിലപാടിനോട് തങ്ങൾക്കുള്ള അഭിപ്രായമെന്നെങ്കിലും പറയേണ്ടതാണ്. സജീവൻ, P ജയരാജൻ, വളരെയധികം നന്ദി. ഞങ്ങൾ 2 വാർത്തകളും കേരളത്തിൻ്റെ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നു. PJ പറഞ്ഞതുപോലെ, സജീവൻ പറഞ്ഞതുപോലെ, കോൺഗ്രസ് പ്രതികരിക്കട്ടെ, ലീഗ് പ്രതികരിക്കട്ടെ, മറ്റു മാധ്യമങ്ങൾ പ്രതികരിക്കട്ടെ. ഇതൊന്നും ഇല്ലായെങ്കിൽ പോലും ജനങ്ങളുടെ ചർച്ചാ വിഷയങ്ങളിലേക്ക് ഈ വാർത്തയും ഈ സംവാദവും ചേക്കേറട്ടെ.